പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനം അത് SDPI ആയി മാറിയിരിക്കുകയാണ്. അതിനുള്ള പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ SDPI പിന്തുണ നൽകുന്ന മുന്നണിക്ക് വലിയ വിജയം ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഒരു പ്രധാന കാരണം. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ SDPI പിന്തുണ UDFനായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ 19 സീറ്റും UDFന് വലിയ ഭൂരിപക്ഷത്തിൽ ആണ് ലഭിച്ചിട്ടുള്ളത്. ഈ SDPI വോട്ട് അത് മോശമാവുന്നതും വർഗീയമാവുന്നതൊക്കെ അത് കിട്ടാത്ത മുന്തിരി പൊളിക്കുമെന്ന് പറയുന്നത് പോലെ കിട്ടാത്ത പക്ഷക്കാർക്കാണ് അത് പ്രശ്നമായിട്ട് മാറുന്നത്. പിന്നെ VD സതീശനെ പോലുള്ള അങ്ങനെ ഉണ്ടല്ലോ, ഈ രാത്രി സംഖ്യയും പകല് കോൺഗ്രസുമായിട്ട് നടക്കുന്ന ടീമിനും SDPI വോട്ട് പറ്റാതെ വരും. ഈ സതീശൻ ഈ SDPI ഇപ്പോൾ മഞ്ചേശ്വരത്ത് പിൻവലിച്ചതോടുകൂടി സതീശൻ്റെ നമ്പർ തെറ്റിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതോടുകൂടി സതീശൻ്റെ നമ്പർ തെറ്റിയിരിക്കുകയാണ്. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അവിടെ SDPI സ്ഥാനാർത്ഥിയെ തന്നെയായിരുന്നു നല്ലത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി മുന്നോട്ട് പോവുക എന്നതാണ്. കാരണം മംഗലാപുരത്തൊക്കെ ഇത്തരത്തിൽ ബി ജെ പി ജയിക്കുന്നതെന്ന് നോക്കി സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ലല്ലോ. മംഗലാപുരത്തൊക്കെ ഇത്തരത്തിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതുപോലുള്ള ഘട്ടങ്ങളിൽ SDPI ആദ്യം ഒക്കെ തോറ്റിരുന്നു. അവിടെ BJP ജയിക്കുകയുണ്ടായി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ, സീറ്റുകളിൽ. പക്ഷേ പിന്നീട് BJPയെ തന്നെ മൂലക്കിരുത്തിക്കൊണ്ട് SDPI വിജയക്കൊടി പാറിച്ച് ഇപ്പോൾ പല പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും എല്ലായിടത്തും SDPI തേരോട്ടമാണ് മംഗലാപുരത്ത് കാണുന്നത്. ആ ഒരു അവസ്ഥ തന്നെ കാലക്രമേണ കേരളത്തിലും വരും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇത് BJPയെ പേടി, SDPIക്കാർക്ക് BJPയെ പേടിയില്ലല്ലോ, പേടിച്ച് നടക്കുന്ന ടീമല്ലല്ലോ. മറ്റുള്ളവർക്കാണ് പേടിയുള്ളത്. അപ്പോൾ അവരാണ് കൂടുതൽ വ്യാകുലരാവേണ്ടത്. അവർ എന്ന് പറഞ്ഞാൽ ഈ BJP പേടിയും പറഞ്ഞ് SDPIയുടെ വോട്ട് എങ്ങനെ തട്ടുക എന്നുള്ള ഒറ്റ തന്ത്രമേ ഉള്ളൂ. കാരണം ഈ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി പിന്നെ എന്തായി, SDPI മോശക്കാരായി, വർഗീയവാദികളായി, തീവ്രവാദികളായി. അത്തരത്തിലായിരിക്കും കാര്യങ്ങൾ പിന്നീട്. അതുകൊണ്ട് ഇത് നാം ഏവരും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടി SDPIയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏതാണോ നല്ല ഒരു ഡിസിഷൻ അതുമായിട്ട് തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ എനിക്ക് യാതൊരുവിധ ഞാനും തൃപ്തൻ തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഈ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പാർട്ടി സ്ഥാനാർത്ഥിയെ പിൻവലിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ്. കാരണം അവർ കഴിഞ്ഞ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അവരൊക്കെ ഈ ലീഗും BJPയൊക്കെ അങ്ങേയറ്റം പണിയെടുത്തുകൊണ്ടാണ് പല സീറ്റുകളിൽ നിന്ന് നമ്മളെ വ്യാപകമായി തോൽപ്പിച്ചത് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ. അല്ലെങ്കിൽ ഒരു 300-350 സീറ്റ് എങ്ങനെയായാലും SDPI പിടിക്കുമായിരുന്നു. അത് തടഞ്ഞത് വളരെ വലിയ ഗൂഢാലോചനയിലൂടെ അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെയാണ് അത് അവർ തടഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് അങ്ങനെ ഉണ്ടല്ലോ, വലിയൊരു ആ ഒരു സീറ്റ് SDPI 300-350 സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് പാർട്ടിക്ക് ഈ നിയമസഭാ ഇലക്ഷനിൽ വലിയൊരു ഹൈപ്പ് തന്നെ പാർട്ടിക്ക് കിട്ടുമായിരുന്നു. അതൊക്കെ അവർ തന്നെയാണ് ഇല്ലാതാക്കിയത്. അതിനാൽ നാം മറ്റുള്ള ഈ രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടുകളെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്.
അത് അനുസരിച്ചുള്ള പരിപാടികൾ രൂപപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഗുഡ് ബൈ എവരി വൺ. താങ്ക് യു.